എന്താ പരിപാടി? നമസ്കാരം. ചെറിയൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അറിഞ്ഞായിരുന്നു നിങ്ങളിവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് ഈ വഴി വന്നത്. റാസി നമസ്കാരം. നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ വരണ്ടേ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും വളരെ നമ്മുടെ നാട്ടിലെ പരിപാടിക്ക് നമ്മളല്ലാതെ ആര് വരാനാ? തീർച്ചയായിട്ടും ഞങ്ങൾ എന്നാ ഈ പാടത്തിന് നടുക്ക് വെച്ചത് ആരും വരത്തില്ലല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ തപ്പി പിടിച്ച് വന്നല്ലേ? അവിടെ തപ്പി പിടിച്ച് വന്ന് കഴിഞ്ഞ ഷൂട്ട് ഇപ്പം ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് ആണ് നടക്കാൻ. അടുത്ത ലൊക്കേഷൻ ഏകദേശം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിപ്പം ഈ കണ്ടം നീന്തി ഇറങ്ങി അപ്പുറത്തെത്തി വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോയായിരുന്നു. എന്തായാലും നന്നായി. നമുക്കൊന്ന് കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടൊന്ന് ചെറിയൊരു ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് വിശദീകരിച്ചു തരാം. ശരി. നമ്മുടെ നാട്ടിലെ കലാകാരന്മാരല്ലേ എല്ലാവരും ഒന്ന് ആദ്യം ഒന്ന് നമുക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. എങ്കിലും കാണുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഒന്ന് പരിചയപ്പെടാം. ഞാൻ റാസിയെ നമുക്ക് അറിയാവുന്നതാണ്. CI സന്തോഷ്, ബിനു അമ്പലപ്പുഴ, ജയപ്രകാശ്. അതെ, ഇത് ഈ ഷോർട്ട് ഫിലിമിന്റെ എല്ലാമായ ഡയറക്ടറും അഭിനേതാവും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ഇദ്ദേഹമാണ്. ജയപ്രകാശ് കൊച്ചരിശ്ശേരി. പ്രേംജി പുന്നപ്ര, കലാഭവൻ പ്രേംജി കൊറിയോഗ്രാഫർ ആയിരുന്നു. നമ്മുടെ സിനി ആർട്ടിസ്റ്റ് വിനായൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ കൊറിയോഗ്രാഫി ചെയ്ത് നടന്നൊരു വ്യക്തിയാണ്. ആണല്ലേ? ഇപ്പൊ കലാഭവനിലില്ലേ, വർക്ക് ചെയ്യുന്നില്ലേ? വിട്ടു അല്ലേ? ചെറിയ കൊറിയോഗ്രാഫി പരിപാടിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ. ആണല്ലേ? നല്ല കാര്യം. നവാസ് ആ നാടൻ പാട്ട് കണ്ണകിയുടെ പ്രോഗ്രാം ഞാൻ ഈ അടുത്തും കണ്ടായിരുന്നല്ലോ, വണ്ടാനത്ത് വെച്ചിട്ട്. ഉണ്ടായിരുന്നില്ലേ? അവിടെ ഉണ്ടായിരുന്നില്ലേ നവാസ്? ഓക്കെ, സന്തോഷം. ഇത് ഞങ്ങളുടെ എല്ലാ ക്യാമറമാൻ സിജോ ഇവിടെ തന്നെയാ സ്ഥലം? വൈശംഭാഗത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പേരും അതിൻ്റെ ഔട്ട്ലൈൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിച്ചു തരാം. JP, അതിനെക്കുറിച്ചൊന്നും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഒരുപാട് പറയണ്ട, നിങ്ങളുടെ കഥയുടെ സാരമൊന്നും പറയണ്ട, എങ്കിലും എന്താണ് പേരെന്ന് ഉദ്ദേശിക്കുന്നത്? ആയിക്കോട്ടെ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർനാഴി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു വരുവാണ്. കുറച്ച് വർഷങ്ങൾ. നിർനാഴി ഞങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനലാണ്. വളരെ സന്തോഷം അതിൽ അറിഞ്ഞതിൽ സബ്സ്ക്രൈബ് ചെയ്ത്. അതായത് നിർനാഴി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കലാകാരന്മാർ, കഴിവെന്ന് പറഞ്ഞാൽ അസാധ്യ കഴിവുള്ളവർ. തീർച്ചയായിട്ടും അതിൽ നിങ്ങളെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡ്രാമ ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പുള്ളി അതെല്ലാം വിട്ടിട്ട് ഇങ്ങനെ പുള്ളിയുടെ ജീവിത പ്രാരാബ്ദങ്ങൾ അത് വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ചെറുപ്പക്കാരുണ്ട്, ഇത്രയും കഴിവുള്ളവരുണ്ടായിട്ട് നമുക്ക് തനിയെ ഒരു വേദി ഒരുക്കി കൊടുത്തുവിടുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു വരുന്നത്. അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് ഇവരൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഇളയപ്പൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലാണ് തുടങ്ങുന്നത്. അത് ചില സാങ്കേതിക ഫൈനൽ അതിൻ്റെ ലാസ്റ്റ് സമയം വന്നപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി വിഷയം അങ്ങനെ ചില ഷൂട്ടിൻ്റെ ചില വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അത് ഡിലേ വേറെ 1-2 ഷോർട്ട് ഫിലിം എടുത്തതിന് ശേഷമാണ് പിന്നെ അത് റിലീസായത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഉപ്പൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്തു. അതുപോലെ തന്നെ ഇലയിൽ നായകനായിട്ട് അഭിനയിച്ചത് പ്രേംജി ആയിരുന്നു. അതിൽ അതിൻ്റെ ചാനലിൽ എത്രത്തോളം വീഡിയോസ്, ഐ മീൻ ഈ ഷോർട്ട് ഫിലിമുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 7-8 എണ്ണം ചെയ്തു കഴിഞ്ഞു. സന്തോഷം. നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ ഉയർന്നു വരുന്നതിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നു. ഇപ്പോൾ പ്രേംജി നായകനായെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിമിൽ. നമ്മൾ ഓരോന്നും ഓരോ രീതി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പ്രേംജി നായകനായതിൽ അതിൽ സംഭാഷണം ഇല്ലാതാണ് നമ്മളൊരു കഥ പറഞ്ഞിരിക്കുന്നത്. സംഭാഷണം ഇല്ലാതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. പിന്നെ ആക്ഷൻസിലൂടെ മാത്രം കഥ അതെ അവതരിപ്പിക്കുന്നു. തരക്കേടില്ലെന്ന് കാണുന്നവരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതാണ് അല്ലെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് ദൂരെയുള്ള ഒരു കലാകാരന്മാർ ഇതിലില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും കൂടെ പൈസയൊക്കെ ഇട്ടിട്ട്
ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ വരുമായിരുന്നു. ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഇല്ല, ഇപ്പം നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇതിനകത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിലും വരും. ഇപ്പം നിങ്ങളുടെ യൂണിഫോം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ യൂണിഫോം, ഭക്ഷണം, ക്യാമറ, ഇതിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കുടിവെള്ളം വരെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ ചിലവുള്ള കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഈ കോസ്റ്റ്, ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ചോദിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ പറഞ്ഞു. അതെ, നിർനാഴി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഫണ്ടില്ലാത്തൊരു പ്രൊഡക്ഷനാണ്. ഫണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ, ഞങ്ങൾ ഓരോരോ ജോലി, ഓരോരോ ജീവിത മാർഗ്ഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഡ്രൈവറാണ്, അതുപോലെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെ തടിപ്പണിക്ക് പോകുന്നു, ഞാൻ കെട്ടിടം പണിക്കാരനാണ്, ഇദ്ദേഹം പിന്നെ പ്ലംബിങ്, അതുപോലുള്ള ഇവർ ഡാൻസർ, കൊറിയോഗ്രാഫർമാരാണ്. അങ്ങനെ ഓരോരോ മേഖലയിൽ നിന്ന് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് തോന്നും ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പൈസ ആയെന്ന് തോന്നുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചേരും. സിജോ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിറനാഴിയുടെ നട്ടലായിട്ട് നിൽക്കുന്നത് സിജോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ വന്ന് ഒരു ദിവസം വന്ന് ഷൂട്ട് ചെയ്ത് പോകണമെങ്കിൽ അവന് 10,000 രൂപ കൊടുക്കണം. തീർച്ചയായിട്ടും അവനൊരു കല്യാണത്തിന് പോയി ഷൂട്ട് ചെയ്താൽ പോലും അവന് 10,000 രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം. ഒരാൾ വന്ന് ഒരു ദിവസം 1 മണിക്കൂർ ഷൂട്ട് ചെയ്താലും 10,000 രൂപ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അവിടെ സിജോയുടെ സേവനം വളരെ വലുതാണ്. സിജോ അപ്പം നമ്മുടെ ഒരു ടീം, ഇങ്ങനെ ഒരു ടീം ആയതുകൊണ്ടാണ് ഇത് സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്തായാലും ഷോർട്ട് ഫിലിമുകൾ 2-3 ഞാൻ കണ്ടായിരുന്നു. എല്ലാം കണ്ടെന്ന് പറയാൻ പറ്റില്ല, 2-3 ഒക്കെ കണ്ടിരുന്നു. കൊള്ളാം, നന്നായിട്ട് വരുന്നുണ്ട്. ഇനിയും ഡെവലപ്മെന്റ്സ് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. അപ്പോൾ വേറെ 3-4 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇവർ അല്പം വൈകി പോയി. കുറച്ച് മുമ്പ് വന്നിരുന്ന അവരെ കൂടെ നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് ചേർക്കാം. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ഷൂട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഹ്യൂമറുമായിട്ടുള്ള ടൈപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമർ ടൈപ്പാണ്. അല്ല, ഇതിപ്പോ എന്താണ് ഇതിന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ടൈറ്റിൽ ആയോ എന്നുള്ളത്? ടൈറ്റിൽ നിലവിലായിട്ടുണ്ട്, അത് പറയാം അല്ലേ? അല്ല, ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. അത് ഓപ്പൺ ആക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, പബ്ലിക്കിലേക്ക് വിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ആനുകാലിക വിഷയമാണ് ഞങ്ങൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. കുറുവാ സംഘം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക വിഷയമായതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും എല്ലാവർക്കും വളരെ വളരെ സന്തോഷം വന്നതിൽ. ഒപ്പം തന്നെ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, ഇവരുടെ മണ്ണാത്തി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നിറനാഴി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. കാരണം ഞങ്ങളെല്ലാം നാട്ടുകാർ തന്നെയാണ്, ദൂരെയുള്ളവരല്ല. അനീഷും ഈ മണ്ണാത്തി വ്ളോഗ്സ് എന്ന് പറയുന്നത്, നിറനാഴി എന്ന് പറയുന്നത് എല്ലാം ഞങ്ങൾ ഒരേ നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരുടെ ചാനലാണ്. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ വളരെ സന്തോഷം, വളരെ. ശരി. ഓക്കെ.